എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ഭാഗത്തിലെ 3ാമത്തെ ക്ലാസ്സാണിത്. ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. അന്തരീക്ഷ പാളികളിൽ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷ പാളികളിൽ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. അടുത്ത ചോദ്യം. അന്തരീക്ഷ പാളികളിൽ ഏറ്റവും കനം കുറഞ്ഞതും എല്ലാ കാലാവസ്ഥാ മാറ്റങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷ പാളികളിൽ ഏറ്റവും കനം കുറഞ്ഞതും എല്ലാ കാലാവസ്ഥാ മാറ്റങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അടുത്ത ചോദ്യം. ഭൂമിയിലെ വായുപിണ്ഡത്തിൻ്റെ 75% ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയിലെ വായുപിണ്ഡത്തിൻ്റെ 75% ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ ധാരാളമായി കാണുന്ന അന്തരീക്ഷ പാളിയും ട്രോപ്പോസ്ഫിയർ ആണ്. മേഘങ്ങൾ ധാരാളമായി കാണുന്ന അന്തരീക്ഷ പാളിയും ട്രോപ്പോസ്ഫിയർ ആണ്. ഓസോൺ സാന്നിധ്യം ഉള്ള അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ സാന്നിധ്യം ഉള്ള അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററിനും 50 കിലോമീറ്ററിനും ഇടയിലായി കാണുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററിനും 50 കിലോമീറ്ററിനും ഇടയിലായി കാണുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. മേഘങ്ങൾ കുറവായതിനാൽ വിമാന ഗതാഗതത്തിന് കൂടുതൽ അനുയോജ്യമായ അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. മേഘങ്ങൾ കുറവായതിനാൽ വിമാന ഗതാഗതത്തിന് കൂടുതൽ അനുയോജ്യമായ അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററിനും 80 കിലോമീറ്ററിനും ഇടയിലായി കാണുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററിനും 80 കിലോമീറ്ററിനും ഇടയിലായി കാണുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഉൽക്കകളുടെ ജ്വലനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. ഉൽക്കകളുടെ ജ്വലനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. ഉൽക്കകളുടെ ജ്വലനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. വാതകങ്ങൾ അയോണുകളുടെ രൂപത്തിൽ കാണപ്പെടുന്ന അയണോസ്ഫിയർ പ്രധാനമായും ഏത് അന്തരീക്ഷ പാളിയിലാണ്? തെർമോസ്ഫിയർ. അപ്പോൾ വാതകങ്ങൾ അയോണുകളുടെ രൂപത്തിൽ കാണപ്പെടുന്ന അയണോസ്ഫിയർ തെർമോസ്ഫിയറിലാണ്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ മുതൽ 700 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും 80 കിലോമീറ്റർ മുതൽ 700 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. റേഡിയോ പ്രസരണത്തിന് അനുയോജ്യമായ അന്തരീക്ഷ പാളിയും തെർമോസ്ഫിയർ ആണ്. റേഡിയോ പ്രസരണത്തിന് അനുയോജ്യമായ അന്തരീക്ഷ പാളിയും തെർമോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് സ്ട്രാറ്റോപാസ്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് മീസോപാസ്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് മീസോപാസ്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശത്തിൻ്റെ തുടക്കം സൂചിപ്പിക്കുന്ന അതിർത്തി രേഖയാണ് കാർമൻ രേഖ. ഭൗമ ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശത്തിൻ്റെ തുടക്കം സൂചിപ്പിക്കുന്ന അതിർത്തിയാണ് കാർമൻ രേഖ. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകളുടെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവയുടെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഏറ്റവും മാരകമായ വാതകം കാർബൺ മോണോക്സൈഡ്. വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഏറ്റവും മാരകമായ വാതകമാണ് കാർബൺ മോണോക്സൈഡ്. രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിനാക്കി മാറ്റുന്നതിലൂടെ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ വഹിക്കുന്നതിനുള്ള
ശേഷി നഷ്ടപ്പെടുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിനാക്കി മാറ്റുന്നതിലൂടെ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ വഹിക്കുന്നതിനുള്ള ശേഷി നഷ്ടപ്പെടുത്തുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. വാഹനങ്ങളുടെ പുകയിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന സൂക്ഷ്മഖരമാലിന്യമാണ് ലെഡ്. വാഹനങ്ങളുടെ പുകയിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന സൂക്ഷ്മഖരമാലിന്യമാണ് ലെഡ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.